ഹായ് ഹലോ എല്ലാ കൂട്ടുകാർക്കും നമ്മുടെ പുതിയ വീട്ടിലേക്ക് സ്വാഗതം. അപ്പോൾ ദേ നമ്മൾ ഇന്നൊരു ബോട്ടിൽ എടുത്തിട്ടുണ്ട്. ഇന്ന് നമ്മൾ വെഡിങ് ആനിവേഴ്സറി, ബർത്ത്ഡേ ആയിക്കോട്ടെ, അത് വാലന്റൈൻസ് ഡേ ആയിക്കോട്ടെ, വെറുതെ വീട്ടിൽ വെക്കാനായിക്കോട്ടെ, ഏതായിക്കോട്ടെ, നമ്മൾ ഫോട്ടോ വെച്ചിട്ട് ഒരു പെയിൻറ്റോ ക്ലേയോ ഒന്നുമില്ലാതെ ഒരു ബോട്ടിലായിട്ട് നമുക്ക് ചെയ്തെടുക്കാം. ഗിഫ്റ്റും കൊടുക്കാൻ പറ്റിയൊരു ബോട്ടിലായിട്ട്. അപ്പോൾ എല്ലാവർക്കും ചെയ്യാൻ പറ്റും, എളുപ്പം ചെയ്യാൻ പറ്റും. അപ്പോൾ അതിനായിട്ട് നമ്മൾ വൂളൻ ത്രെഡ് എടുത്തിട്ടുണ്ട് ആദ്യം തന്നെ. അപ്പോൾ വൂളൻ ത്രെഡ് കളറൊക്കെ ഓരോരുത്തർ ഇഷ്ടം അനുസരിച്ച് എടുക്കുക. അതുപോലെ തന്നെ കുപ്പിയും, ഏത് കുപ്പിയും എടുക്കാം കേട്ടോ. ചെറുതോ വലുതോ ഏത് വേണമെങ്കിലും എടുക്കാം. അത് ഉരുണ്ടതായിക്കോട്ടെ, സ്ക്വയർ ടൈപ്പ് ഏതും എടുക്കാം. എന്നിട്ട് ഫെവിക്കോൾ വെച്ചിട്ട് നമുക്ക് ഈ വൂളൻ ത്രെഡ് ഒന്ന് കുപ്പി ചുറ്റിയെടുക്കണം. അപ്പം നമ്മൾ ചുറ്റിയെടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ ഫെവിക്കോളൊക്കെ ഉണങ്ങി വരട്ടെ. കുപ്പി ഞാൻ മാറ്റി വെച്ചു. ഇനി നമുക്ക് വേണ്ടത് ഫോം ഷീറ്റാണ്. അത് ഗ്ലിറ്റർ ടൈപ്പ് ഫോം ഷീറ്റ് ഉണ്ടെങ്കിൽ അത്രയും നല്ലത്, കാണാൻ നല്ല ഭംഗിയായിരിക്കും കേട്ടോ. അപ്പോൾ നമ്മൾ ഫോം ഷീറ്റ്, ഇത് ഒരു സൈഡ് സ്റ്റിക്കിങ് ഇല്ല കേട്ടോ, സാധാരണ കട്ടി കുറഞ്ഞ ഫോം ഷീറ്റാണ്. അപ്പോൾ അത് നമുക്കൊന്ന് കട്ട് ചെയ്തെടുക്കണം. അത് ഫോട്ടോ വെക്കുന്ന ബോട്ടിലായിട്ടാണല്ലോ. അപ്പോൾ ഫോട്ടോ വെക്കാനായിട്ട് നമ്മൾ പ്രിൻ്റ് എടുക്കുക, കുപ്പി നോക്കിയിട്ട് പ്രിൻ്റ് എടുക്കുക, അളവെടുത്ത് പ്രിൻ്റ് എടുക്കുക. എന്നിട്ട് നമ്മൾ ഈ ഒരു ഫോം ഷീറ്റ് ഫ്രെയിം, ആ ഫോട്ടോ ഉള്ളിൽ വരുന്ന രീതിയിൽ ഫ്രെയിം കട്ട് ചെയ്തെടുക്കണം. അതിനായിട്ട് ഇപ്പം എൻ്റെ കയ്യിൽ ഫോട്ടോ ഇല്ല കേട്ടോ. ഫോട്ടോ പ്രിൻ്റ് എടുക്കാനായിട്ട് കടയൊന്നും തുറന്നിട്ടില്ല, അപ്പോൾ ഫോട്ടോ ഇല്ല. പക്ഷെ ഞാനിവിടെ ഫ്രെയിം കട്ട് ചെയ്ത് ഒട്ടിച്ചു തരാം. അപ്പോൾ അതിനായിട്ട് ഇതേ കണ്ടില്ലേ, ഇതുപോലെ കോർണറിൽ നമ്മൾ ഒരേ അളവ് എടുക്കണം എല്ലാ സൈഡിലും. അപ്പോൾ അളവൊന്നും ഞാൻ പറയുന്നില്ല, കാരണം എൻ്റെ ഒരു രീതിയിലാണ് ഞാൻ എടുക്കുന്നത്. നിങ്ങളുടെ ഫോട്ടോ ഉള്ളിൽ വരുന്ന രീതിയിൽ അളവെടുത്ത് കട്ട് ചെയ്തെടുക്കണം കേട്ടോ. അപ്പോൾ ഇതുപോലെ ഞാൻ 4 സൈഡിലും കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. എന്നിട്ട് ഇത് കണ്ടില്ലേ, ഇതുപോലെ എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് വേണ്ടത്, ഞാനിപ്പോൾ ഒരെണ്ണം കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്, അപ്പോൾ അത് കാണിച്ചു തരാം. ഇതുപോലെ ഉൾഭാഗം കട്ട് ചെയ്ത് എടുക്കണം ആ ഒരു ഫ്രെയിമിനായിട്ട്. കണ്ടില്ലേ ഇതുപോലെ. അപ്പോൾ നമുക്ക് ആ ഫോട്ടോ ഉള്ളിൽ വരുന്ന രീതിയിൽ എടുക്കാൻ പറ്റും. അപ്പം നമ്മൾ ഇതുപോലെ ഒട്ടിച്ചെടുക്കുമ്പോൾ ഈ ഫോം ഷീറ്റ് ഒട്ടിക്കുന്നതിന് മുന്നേ തന്നെ നമ്മൾ ഫോട്ടോ ഒട്ടിക്കണം കേട്ടോ. എന്നിട്ട് വേണം ഫോം ഷീറ്റ് അതിന് മുകളിലായിട്ട് ഒട്ടിച്ചെടുക്കാം. അപ്പോൾ ഫോട്ടോ നോക്കി അളവെടുത്തിട്ട് വേണം നമ്മൾ ഫ്രെയിം റെഡിയാക്കാനായിട്ട്. അപ്പോൾ ഇവിടെ ഫോട്ടോ ഇല്ല, എന്നാലും ഫ്രെയിം ഒട്ടിച്ചെടുത്തു. എന്നിട്ട് നമുക്ക് ഫ്ലവേഴ്സ് അറേഞ്ച് ചെയ്യാം. അത് ഓരോരുത്തർ ഇഷ്ടം അനുസരിച്ച് അറേഞ്ച് ചെയ്യാം. ഇപ്പം ഞാൻ ഈ ഒരു രീതിയിലാണ് അറേഞ്ച് ചെയ്യുന്നത്. അതിന് ഫോം ഫ്ലവേഴ്സോ അല്ലെങ്കിൽ റിബൺ ഫ്ലവേഴ്സോ അല്ലെങ്കിൽ കുഞ്ഞ് റിബൺ ഫ്ലവേഴ്സോ ഒക്കെ എടുക്കാം. ഇല്ലെങ്കിൽ നമ്മൾ ഉണ്ടാക്കിയ റിബൺ ഫ്ലവേഴ്സില്ല, ആ രീതിയിൽ ചെയ്യാം. ഇല്ലെങ്കിൽ ലേസിൽ വരുന്ന കുറച്ച് ഫ്ലവേഴ്സ് ഉണ്ട്, ലേസ് കട്ട് ചെയ്തിട്ട് അതിന് കുറച്ച് പ്രൈസ് കൂടുതലാട്ടോ. അപ്പോൾ അതങ്ങനെ ഉണ്ടെങ്കിൽ നമ്മുടെ ഇഷ്ടം അനുസരിച്ച് നമുക്ക് ഭംഗിയാക്കാം കേട്ടോ. അപ്പോൾ ഇന്ന് കുറച്ച് കൂട്ടുകാരെത്തിയിട്ടുണ്ട്. ഹായ് പറയണേ, സമന്യ MS, 5th പഠിക്കുന്ന സമന്യ MS, 7th പഠിക്കുന്ന എവലിൻ ഗോമസ്, അഞ്ജു, നിമ്മി, എബീന, അമ്മു. പിന്നെ 23rd നമ്മുടെ ജൂലൈ 23rd ബർത്ത്ഡേ ആയ വിച്ചു. ഹാപ്പി ബർത്ത്ഡേ വിച്ചു. എല്ലാവർക്കും ഒരു വലിയ ഹായ്. അപ്പോൾ എല്ലാവരും വീണ്ടും വീഡിയോസൊക്കെ കാണുക, എല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുക്കുക, ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. അതുപോലെ നമ്മളെ സപ്പോർട്ട് ചെയ്യാനും മറക്കരുത് കേട്ടോ. എന്നിട്ട് നമ്മൾ ഫ്ലവേഴ്സൊക്കെ അറേഞ്ച് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ആ ഫോം ഷീറ്റിൽ നിന്ന് കുറച്ച് ട്രയാങ്കിൾ ഷേപ്പിൽ കട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട് കേട്ടോ. ചെറിയ ചെറിയ പീസാണ്. എന്നിട്ട് നമുക്ക് ആ ഒരു ഫ്രെയിമിൻ്റെ മുകളിലും കുപ്പിയുടെ ആ ഒരു കഴുത്ത് ഭാഗം താഴത്തായിട്ട് കുറച്ച് ഭംഗിക്ക് ഇങ്ങനെ വിടർന്ന്, അത് വെതറി ഇടുന്ന പോലെ ഒട്ടിച്ചെടുക്കണം കേട്ടോ. അപ്പോൾ അത് വേണമെന്നുമില്ല കേട്ടോ, കുഴപ്പമൊന്നുമില്ല. ഞാനിപ്പോൾ ഒരു ഭംഗി കൂടാൻ വേണ്ടി ചെയ്തെന്നേ ഉള്ളൂ. അപ്പോൾ ഇതുപോലെ ഒട്ടിച്ചെടുക്കുക. അത് റൗണ്ടിലോ ട്രയാങ്കിൾ ഷേപ്പിലോ ഒക്കെ എടുക്കാം. കുഞ്ഞു കുഞ്ഞു പീസുകൾ ഇതുപോലെ ഒട്ടിച്ചെടുക്കാം. അപ്പോൾ നമ്മൾ ഇന്ന് ഫോട്ടോ വെച്ചിട്ട് ഇതുപോലെ പെയിൻറ്റോ ക്ലേയോ ഒന്നുമില്ലാതെ തന്നെ ഒരു ഗിഫ്റ്റ് കൊടുക്കാൻ പറ്റിയ രീതിയിൽ കുപ്പി ഭംഗിയാക്കി എടുത്തിട്ടുണ്ട്. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടമായില്ലേ? എല്ലാവർക്കും എളുപ്പം ചെയ്യാൻ പറ്റുന്ന ഒരു പരിപാടിയാണ്. കുപ്പി ചെറുതോ വലുതോ ഏതോ ആയിക്കോട്ടെ, നല്ല ഭംഗിയായിട്ട് ഫോട്ടോ വെച്ച് റെഡിയാക്കി എടുക്കാം. അപ്പോൾ ഫ്രെയിം ഫോട്ടോ നോക്കിയിട്ട് വേണം അളവ് കട്ട് ചെയ്തെടുക്കാൻ. അപ്പോൾ ഇവിടെ ഫോട്ടോ ഇല്ലാത്തതിൻ്റെ ഒരു കുഴപ്പമേ ഉള്ളൂ, ബാക്കിയെല്ലാം കറക്റ്റായിട്ടുണ്ട്. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ട തീർച്ചയായും ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. അതുപോലെ നമ്മളെ സപ്പോർട്ട് ചെയ്യുക, ഷെയർ ചെയ്ത് നമ്മളെ സപ്പോർട്ട് ചെയ്യുക. അതുപോലെ തന്നെ വീഡിയോ ആദ്യമായിട്ട് കാണണമെങ്കിൽ ഒന്ന് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, അതിനെ തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ ഇനേബിൾ ചെയ്യുക, അതിൽ ഓൾ എന്ന ഓപ്ഷൻ കൊടുക്കുക. അപ്പോൾ നമുക്ക് പുതിയ വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ടാറ്റാ, ബൈ.